എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ പ്രതികരിക്കാത്തത്? അല്ലെങ്കിൽ SIR ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഏകപക്ഷീയമായി പുറത്താക്കിയ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിയിൽ പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. CPIM ആണ് അക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പക്ഷേ BJPയെ ബാധിക്കുന്നതും കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും മുഖ്യമന്ത്രി ഇന്നേ വരെ പ്രതികരിച്ചിട്ടില്ല, പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും വളരെ ഷാർപ്പായിട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ട് വിമർശിക്കുന്ന മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിൻ്റെയും ജനാധിപത്യ വിരുദ്ധമായ നടപടികളിൽ പ്രതികരിക്കുവാനോ അതിൽ അഭിപ്രായം പറയാനോ തയ്യാറാകാത്തതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അന്തർധാര ഇവർ തമ്മിലുണ്ട് എന്ന് BJPയും CPM തമ്മിലുണ്ടെന്നും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടെന്ന് വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. ആ ആരോപണം ഇപ്പോഴും ശക്തമാണ്. അതിന് തെളിവ് നൽകുന്ന നടപടികളാണ് മുഖ്യമന്ത്രി നിന്നുള്ളത്. BJPയെ പോലെ തന്നെ CPM ഇക്കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി CPM ആണ്. അനധികൃതമായി ഒരുപാട് വോട്ടുകൾ അവർ ചേർത്ത് പല തെരഞ്ഞെടുപ്പുകളും അട്ടിമറി വിജയം അവർ നേടിയിട്ടുണ്ട്. കള്ളവോട്ട് ചേർക്കുന്നതിലും തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് കൃത്രിമ വിജയം ഉണ്ടാക്കുന്നതിലും BJPയും CPM ഏതാണ്ട് ഒരുപോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. അല്ല, അവിടെ മാത്രമല്ല, അത് കേരളത്തിൻ്റെ വോട്ടർ പട്ടിക പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെയുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഇതുപോലെ ഓരോ CPMന് ആധിപത്യമുള്ള പ്രത്യേകിച്ചും പാർട്ടി ഗ്രാമങ്ങളിൽ, കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള അനധികൃതമായ വോട്ടർമാരെ ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ച് വിജയിക്കുന്ന സംഭവങ്ങൾ എത്രയോ കാലമായി നടന്നു വരികയാണ്. അതും അന്വേഷണ വിധേയമാക്കണമെന്നാണ്. കേരളത്തിലെ വോട്ടർ പട്ടികയും CPM കേരളത്തിലെ വോട്ടർ പട്ടികയുടെ കാര്യത്തിലും തീർച്ചയായും പരിശോധന വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, തദ്ദേശ കോഴിക്കോട് DCC പ്രസിഡന്റ് കോഴിക്കോട് കോർപ്പറേഷനിൽ CPM അനധികൃതമായി വോട്ടർമാരെ ചേർത്തതിനെ സംബന്ധിച്ച് ഇന്ന് കോഴിക്കോട് DC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ കോർപ്പറേഷനുകളിലെല്ലാം തന്നെ BJPയും CPMഉം ഒരുപോലെ അവർക്ക് ഈ വോട്ടർമാരെ ചേർക്കാനുള്ള പണമുണ്ട്. അവരെ വോട്ടർ പട്ടിക അട്ടിമറി നടത്താനുള്ള പണമുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഈ രണ്ട് പാർട്ടികൾ അവരുടെ പണത്തിൻ്റെ ആധിപത്യം ഉപയോഗിച്ച് വോട്ടർ പട്ടികയെയും അതുപോലെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ അവർ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ കൂടി വിജിലൻ്റായി, കോൺഗ്രസ് പ്രവർത്തകർ കുറേ കൂടി വിജിലൻ്റായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെ വോട്ടർ പട്ടിക പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറേ കൂടി വിജിലൻ്റായി, അല്ലെങ്കിൽ ഏറ്റവും കാര്യക്ഷമമായി കോൺഗ്രസ് പ്രവർത്തകർ ജാഗ്രതയോടുകൂടി വോട്ടർ പട്ടികയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. സുരേഷ് ഗോപിയുടെ മൗനം തുടരുന്നത് BJP ഗുണമാണോ ദോഷമാണോ? അല്ല, അത് ഇപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, തൃശ്ശൂരിലെ വോട്ടർമാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നില്ല, മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. അത് ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിലും വ്യക്തത വരുത്തുന്നില്ല. അദ്ദേഹം മൗനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി ഉന്തിമാറ്റി അദ്ദേഹം മാറി പോവുകയാണ്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ജനങ്ങളോട് പറയാൻ ബാധ്യതയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി അദ്ദേഹം പറയേണ്ടതാണ്. മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ്. അദ്ദേഹത്തെ പറ്റി വരുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങളുടെ വസ്തുതാപരമായ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം വിശദീകരിക്കുന്നില്ല, അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹം ചോദ്യം ചോദിക്കുന്നവരോട് ദേഷ്യത്തിൽ അദ്ദേഹം അവരെ തള്ളിമാറ്റി അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്.